മാഡം, ഈ ഡെലിവറി കഴിഞ്ഞ ഉടൻ വയറ് മുറുക്കി കെട്ടിയില്ലെങ്കിൽ വയറ് ചാടുമോ? ഒരു ഡെലിവറി കഴിഞ്ഞാൽ വയറ് ചാടും. അത് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും വയറ് ചാടും. അത് മസിൽ വീക്ക് ആകുന്നതുകൊണ്ടാണ് ചാടുന്നത്. നമ്മൾ നന്നായി മുറുക്കി കെട്ടി എന്ന് വിചാരിച്ചിട്ട് വയറ് കുറയൊന്നുമില്ല. അതിന് പകരം നമ്മൾ ഒരു ബൈൻഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ബാക്ക് മസിലിന് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കും. ബൈൻഡർ യൂസ് ചെയ്താലും വയറ് കുറയൊന്നുമില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞ ശേഷം ഒരു 3 മാസത്തിന് ശേഷം നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് വയറ് കുറക്കണം. വയറ് മുറുക്കി കെട്ടി എന്ന് വിചാരിച്ചിട്ട് വയറ് കുറയില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് കഴിക്കുന്ന നെയ്യ്, ലേഹ്യം, അതുപോലെ തന്നെ കഷായം, പിന്നെ നമ്മുടെ തിളച്ച വെള്ളത്തിലുള്ള കുളി, ഇതൊക്കെ നിർബന്ധമാണോ? ഈ തിളച്ച വെള്ളത്തിൽ കുളിക്കേണ്ട ഒരാവശ്യമല്ല. ചെറിയ ചുടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുളിച്ചാൽ മതി. അത് ഉപ്പിട്ടിട്ട് നമ്മൾ ആ മുറിയെല്ലാം ക്ലീൻ ആക്കി വെക്കുക, ഡ്രൈ ആക്കി വെക്കുക. അതിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. തിളച്ച വെള്ളത്തിൽ കുളിക്കേണ്ട ഒരാവശ്യമല്ല. പിന്നെ ഈ നെയ്യ്, ലേഹ്യം, കഷായം, അത് അത് നമ്മൾ കഴിക്കേണ്ട ഒരു ആവശ്യമില്ല. അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അമിതമായി വണ്ണം വെക്കുകയാണ് ചെയ്യുക. അതിന് പകരം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് അത് ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കഴിക്കുക. അതായത് പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ ഗർഭിണികൾക്ക് കൊടുക്കേണ്ടത്. നെയ്യും ലേഹ്യം ഒന്നും നിർബന്ധമല്ല.